നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. കൈകൾ വെച്ച് പാടാം. കരങ്ങളടിച്ച് പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോരനെ വീണ്ടെടുത്തവനെ വീണ്ടെടുക്കാരാ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, ദയയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, ദയയാ കോഴിതൻ കുഞ്ഞിനെ ചിറകളിൽ മറന്നുപോയി. കഴുകൻ കുഞ്ഞിനെ ചിറകളിൽ സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനായി സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനായി പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായം 1-ാം വാക്യം. ദൈവവും മനുഷ്യനും ഒരുപോലെ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. 1, സഹോദരങ്ങൾ തമ്മിലുള്ള യോജിപ്പ്. 2, അയൽവക്കക്കാർ തമ്മിലുള്ള സൗഹൃദം. 3, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പരമുള്ള ലയം. ഈ 3 കാര്യങ്ങളിൽ എൻ്റെ ആത്മാവും ഹൃദയവും എൻ്റെ ജീവിതവും എപ്രകാരമാണോ ഇരിക്കുന്നത്? ദൈവം എന്നെ നോക്കി സന്തോഷിക്കും. മനുഷ്യരും എന്നെ നോക്കി സമാധാനമുള്ള ഭവനം എന്ന് പറയാം. ഈ 3 മേഖലകളിൽ കുറവുകളുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഞാനോ ദൈവോ തമ്പുരാന്റെ മുമ്പിൽ എളിമപ്പെട്ട് വന്ന് നിന്ന് കഴിഞ്ഞാലും അനുഗ്രഹങ്ങളൊന്നും ചൊരിയപ്പെടണമെന്നില്ല. അമ്മയുടെ ഉദരത്തിൽ നിന്ന് രക്തബന്ധത്തോടെ സഹോദരി സഹോദരങ്ങളായി കടന്നു വന്ന ഒരുപക്ഷെ അപ്പൻ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി. നല്ല ഭാഗം ചേട്ടന് കൊടുത്തു. പെങ്ങന്മാർക്ക് വിചാരിച്ച അധികം പങ്കുവെച്ചു കൊടുത്തു. എനിക്ക് കിട്ടിയത് പോരാ. അമ്മയെ നോക്കുന്ന ഗണത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ടും എനിക്ക് അതനുസരിച്ചുള്ളൊരു ഭാഗം സഹോദരങ്ങൾ ചേർന്ന് ചെയ്തു തന്നില്ല. ഇപ്രകാരമുള്ള പരാതികളാൽ സ്വന്തം സഹോദരി സഹോദരങ്ങൾ ഒരുപക്ഷെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും അകന്നു കഴിയുന്ന ജീവിത സാഹചര്യങ്ങളാണെങ്കിൽ കർത്താവ് നിനക്കെതിരെ ഒരുപക്ഷെ മുഖം തിരിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. രണ്ടാമത് കർത്താവ് മനുഷ്യൻ ഒരുപോലെ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പരമുള്ള ലയം. ഈശോയെ നിന്റെ മുമ്പിൽ വെച്ചാണ് വലതുകരം ബൈബിളിൽ വെച്ച്
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏറെ വിശ്വസ്തയോടെ ജീവിച്ചുകൊള്ളാമെന്ന തീരുമാനമെടുത്ത് ഇന്ന് പലവിധ കാരണങ്ങളാൽ ഒരേ വീട്ടിലാണെങ്കിലും മനസ്സുകൾ തമ്മിൽ അകന്നു കഴിയുന്ന ജീവിത സാഹചര്യങ്ങൾ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ടാകും. സ്നേഹമാണെന്ന് പറയെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. 35 വയസ്സുള്ള ഭാര്യ രാത്രി 10 മണിയായപ്പോൾ ടെറസിന്റെ മുകളിൽ നിന്ന് ഫോൺ വിളിക്കുകയാണ്. പെട്ടെന്നാണ് ഭർത്താവ് കടന്നു വരുന്നത്. നീ ആർക്കാ ഈ നേരത്തെ ഫോൺ ചെയ്യുന്നത്?